എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമൻ ന്യൂമറൽസ്. അപ്പോൾ നമുക്ക് 1 to 100 വരെ എങ്ങനെ റോമൻ ന്യൂമറലിൽ എഴുതാൻ പറ്റാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റോമൻ ലെറ്റേഴ്സ് ഉണ്ട്. 1, 5, 10, 50, 100. ഓക്കെ, സോ 1-ന് എന്താ പറയുക? 1-ന് നമുക്ക് അറിയണ്ടാവും. 1 to 10 അധികം എല്ലാവർക്കും എഴുതാൻ അറിയണ്ടാവും. ഓക്കെ, 1-ന് എങ്ങനെ എഴുതാം? I, 5-ന് V, 10-ന് X, 50-ക്ക് L, 100-ന് C. ഓക്കെ, ഇനി നമുക്ക് 1 to 100 വരെ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഓക്കെ, സോ 1-ന് എങ്ങനെ എഴുതാം? I. 2 ആകുമ്പോൾ എങ്ങനെ എഴുതാം? I. 3 ആകുമ്പോൾ I. 4 ആകുമ്പോൾ വീണ്ടും നമ്മൾ I എന്ന് എഴുതാൻ പറ്റും. ഇതിങ്ങനെ എഴുതാൻ കാരണം എന്താണ്? 1 എന്ന് പറഞ്ഞാൽ I. ഓക്കെ, അപ്പോൾ 1. 2 എന്ന് പറഞ്ഞാലോ 1 + 1. അപ്പോൾ നമ്മൾ I എന്നിട്ട് കൊടുത്തു. അടുത്ത 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 1 + 1 അല്ലേ? നമ്മൾ എന്തിട്ട് കൊടുത്തു? I എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇനി 4-ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 4 പ്രാവശ്യം I ഇടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ന്യൂമറലിനെ, ഒരു റോമൻ ന്യൂമറലിനെ 3 പ്രാവശ്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറൽസ് ഏതൊക്കെയാണ്? Iയും Xും Cയും മാത്രം. ഓക്കെ, Vയും Lഉം നമുക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് Iയും Xും Cയും 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഇനി 4-ന് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമുക്കറിയാം 5 എന്ന് പറഞ്ഞാൽ V ആണെന്ന്. അപ്പോൾ 4-ന് നമുക്ക് IV എന്ന് എഴുതാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 - 1 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ IV എന്ന് എഴുതി. ഈ V എന്ന് പറഞ്ഞാൽ Iനേക്കാൾ വലുതല്ലേ? V എന്ന് പറഞ്ഞാൽ Iനേക്കാൾ വലുതാണ്. സോ ഒരു വലിയ നമ്പറിൻ്റെ മുന്നേ ഒരു ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 5 - 1 = 4 എന്ന് എഴുതാം. ഒരു വലിയ നമ്പറിൻ്റെ മുന്നേ ഒരു ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു വലിയ നമ്പറിൻ്റെ മുന്നേ ഒരു ചെറിയ നമ്പർ ഒരെണ്ണം മാത്രമേ വരാൻ പറ്റുള്ളൂ. ചെറിയ നമ്പർ ഒരെണ്ണം മാത്രമേ വരാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി അടുത്തത് എന്താണ്? 6 എങ്ങനെ എഴുതാം? 5 + 1 അല്ലേ? 5 + 1 അല്ലേ 6. സോ V എന്ന് എഴുതി, ദെൻ I ഇട്ട് കൊടുത്തു. അപ്പോൾ 5 + 1 6. ദെൻ 7 എങ്ങനെ എഴുതാം? 5 ഇട്ടു, 1 I ഇട്ടു അല്ലേ? 5 + 1 + 1. അപ്പോൾ എന്താണ്? 7. ദെൻ 8 എങ്ങനെ എഴുതാം? V ഇടുക, I ഇടുക. അപ്പോൾ എന്താ കിട്ടി? 5 + 1 + 1 + 1 ഒരു 5 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലേ? 3 ആണെന്ന് നമുക്കറിയാം, ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ദെൻ 9 എങ്ങനെ എഴുതും? 9 നമുക്ക് വീണ്ടും ഒരു I ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു ന്യൂമറലിനെ 3 പ്രാവശ്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് അറിയേണ്ടത് ഏതാണ്? 10 ആണല്ലേ? 10 അറിയാം, X ആണ്. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം? 10 - 1 അല്ലേ? IX എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ 11 എങ്ങനെ എഴുതാം? X I. 10 + 1 11. 12 എങ്ങനെ എഴുതാം? 10 + 2. 13 എങ്ങനെ എഴുതാം? 10 + 3. ദെൻ അടുത്തത് 14 എങ്ങനെ എഴുതാം? 10 + 4. 15 10 + 5. 16 10 + 6. 17 10 + 7. 18 10 + 8. 19 10 + 9. ദെൻ 20 എങ്ങനെ എഴുതാം? 10 + 10 അല്ലേ 20? X ഇടുക. അപ്പോൾ എന്തെട്ടി? 10 + 10 20. ഓക്കെ, ദെൻ 21 എങ്ങനെ എഴുതാം? X I അല്ലേ? 20 + 1 22 എങ്ങനെ എഴുതാം? 20 + 2. നമ്മൾ ഇത് ഇങ്ങനെ എഴുതിയല്ലോ, 20 വരെ എഴുതിയല്ലോ. അതേ സെയിം മെത്തേഡ് തന്നെയാണ്. 20 എഴുതുക, 2 3 4 അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവാം.
പിന്നെ നമുക്ക് എന്ത് വേണം? 30 എത്തും. 30 എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ് 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 അല്ലേ? 10 + 10 + 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 കിട്ടി. അടുത്ത നമുക്ക് എന്താ അറിയേണ്ടത്? 40 എങ്ങനെ എഴുതും? നമുക്ക് വീണ്ടും ഇങ്ങനെ എക്സിൻ്റെ 4 പ്രാവശ്യം ഇടാൻ പറ്റുമോ? 30 ആയില്ലേ, പിന്നെ നമ്മൾ 40 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു ന്യൂമറലിനെ 3 പ്രാവശ്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം 50 എന്ന് പറഞ്ഞാൽ എന്താണ്? L ആണല്ലേ. അപ്പോൾ 40നെ നമുക്ക് എങ്ങനെ എഴുതാം? 50 - 10 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? L ഇട്ട് കൊടുത്തു, -10. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? XL. ഓക്കെ. പിന്നെ നമ്മൾ 41 എങ്ങനെ എഴുതും? XLI XL2. ഇങ്ങനെ 41 42 പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? 49 വരെ എഴുതാം. പിന്നെ 51 എന്താ വരിക? LI. 52 എന്ത് വരും? LII അല്ലേ? നേരത്തെ നമ്മൾ എഴുതിയത് ഈ മെത്തേഡ് തന്നെ. അങ്ങനെ പോവുക. എന്നിട്ട് പിന്നെ നമ്മൾ എവിടെ എത്തും? 60 വരെ എത്തും. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 50 + 10 ആണല്ലേ. നമ്മൾ L എഴുതി, X എഴുതി. 50 + 10. ഓക്കെ. 70 എങ്ങനെ എഴുതാം? LX അല്ലേ. 50 XX എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. 50 + 20 എത്രയാണ്? 70. 80 എങ്ങനെ എഴുതുക? LXX. ഓക്കെ. പിന്നെ നമ്മൾ 81 82 ഒക്കെ എങ്ങനെ എഴുതുക? 81 എങ്ങനെ എഴുതുക? LXXXI. പിന്നെ 82 ആകുമ്പോൾ LXXX2 അല്ലേ. ഇങ്ങനെ എഴുതി 89 എന്ത് വരും? LXXXIX. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് വരെ ആയി? 89 വരെ ആയി. ഇനി നമുക്ക് എന്താ അറിയണത്? 90 എന്താണെന്ന് അറിയണം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു എക്സ് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 3 പ്രാവശ്യം മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് 100 എങ്ങനെ എഴുതുക? C അല്ലേ. 100 C ആണ് എഴുതുക. അപ്പോൾ നമുക്ക് 100 C ആണ്. അപ്പോൾ 90 നമുക്ക് എങ്ങനെ എഴുതാം? 90 = 100 - 10 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? XC അല്ലേ. 100 - 10. ഓക്കെ.